നമസ്കാരം. നമ്മളിന്ന് അഡിക്ഷൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ നല്ലതാണോ മോശമാണോ? നമുക്ക് നല്ല കാര്യങ്ങളോടും നമ്മൾ അഡിക്റ്റഡ് ആവാം, അതേപോലെ മോശം കാര്യങ്ങളോടും അഡിക്റ്റഡ് ആവാം. ഒന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിന്തിച്ച് നോക്കൂ. നമ്മളുടെ മൈൻഡിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒന്നിനോടൊരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ അഡിക്ഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ യൂട്യൂബിൽ കയറാത്തൊരു ദിവസം പോലും നമുക്കുണ്ടാവില്ല. അതേപോലെ ഇൻസ്റ്റഗ്രാം, അതേപോലെ അതൊക്കെ നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേലും മോശം അഡിക്ഷൻസ് ഉള്ള കാരണം ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു അഡിക്ഷൻസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ നമ്മളുടെ ബ്രെയിനിന് ഈ സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, സബ്സ്റ്റൻസ് അഡിക്ഷൻ മാത്രമല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓവറോൾ ഉള്ളൊരു അഡിക്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കും ബയോളജിക്കലും ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് റിവാർഡും സ്ട്രെസ്സും സെൽഫ് കൺട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സർക്യൂട്ടുകളുണ്ട്. ഈ സർക്യൂട്ടുകൾക്ക് ഒരു മാറ്റം വരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സൈറ്റഡ് ആവും ഈ അഡിക്ഷൻസ് കിട്ടുമ്പോൾ അല്ലേ? ബ്രെയിനിൽ ഓഫ് കോഴ്സ് അതിന് വേണ്ട സർക്യൂട്ട്സ് അവിടെ മാറുന്നുണ്ട്. അവിടെ ഒരു ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡീജനറേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പുതിയൊരു സർക്യൂട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ട്രാൻസ്മിറ്ററാണ്. അത് വളരെയധികം വലിയൊരു പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. എന്ത് അഡിക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിലും അത് ട്രിഗർ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഹോർമോണെയാണ്. പിന്നെ പറയുന്നത് 40-60% ഓൾറെഡി അഡിക്ഷൻസ് ഉള്ള ഒരു ആൾക്ക് അടുത്ത ജനറേഷനിൽ ഇതേപോലെ ജനറ്റിക്കലി ഇത് മീൻസ് വൾണറബിളാണ്. ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ അഡിക്ഷൻസിന് വൾണറബിളാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു സഹനശക്തി ആണെങ്കിലും, അതേപോലെ തന്നെ ആ ഒരു സാധനത്തിനോടുള്ള ഒരു ഡിപ്പെൻഡൻസ്, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ കാലേന. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരു സമയങ്ങളിൽ ബ്ലൂ വെയിൽ കളിച്ചിരുന്നവർ, അവർക്കറിയാം അവസാനത്തെ ടാസ്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നും എല്ലാം. പക്ഷേ അതിനോടൊരു അഡിക്ഷനോ എന്തോ ഫോം ചെയ്തത് കൊണ്ടായിരിക്കണം അവർ അങ്ങനെ ഒരു മരണമാണെങ്കിൽ പോലും ആ ടാസ്ക് ചെയ്യാൻ കമ്പൽഡ് ആവുന്നത്. കാര്യം അവർ ഡിപ്പെൻഡൻ്റ്, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവരെ വൾണറബിൾ ആക്കുന്ന രീതിയിലേക്ക് ആ ഒരു അഡിക്ഷൻ മാറിക്കഴിഞ്ഞു. അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെയുള്ള എന്തെങ്കിലും ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതേപോലെ തന്നെ ചൂതുകളി അല്ലെങ്കിൽ ബെറ്റ് വെക്കുന്നത്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഡിക്ഷൻസും ഉണ്ട്. ഇനി സൈക്കോളജിക്കലി നമ്മളിത് പറയുകയാണെങ്കിൽ, ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളിൽ ഇപ്പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് കൂടെയുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും അഡിക്ഷൻ്റെ ഭാഗമായിട്ടോ എന്തോ ആയിരിക്കാം ഈ പറയുന്ന ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ പിന്നെ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് സൈക്കോളജിക്കലി ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലിനോടും ഒരു ക്രേവിങ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ട്രിഗർ വരികയാണെങ്കിൽ പിന്നീടും അഡിക്ഷനിലേക്ക് നമുക്ക് വീണ്ടും, ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരാൾ അത് വിട്ടു പോകുന്നു എന്ന് വെക്കുക, പക്ഷേ മൊത്തത്തിൽ അങ്ങനെ വിട്ടു വരാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നിനോടൊരു ക്രേവിങ് ഫീൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ സ്ട്രെസ്സ് ഫോം ചെയ്ത് വീണ്ടും ഈ അഡിക്ഷനിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ എന്തിനോടെങ്കിലും അഡിക്റ്റഡ് ആണെന്ന് നമ്മൾ തുറന്ന് പറയില്ല ഒരിക്കലും. ആ സംഭവത്തിനെ നമ്മൾ ഡിനൈ ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഈ അഡിക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ഡിനൈ ചെയ്ത് പോകും. നമ്മളൊരിക്കലും അതിനെ സമ്മതിക്കില്ല, നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം, നമ്മളിതിനോട് അഡിക്റ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾ ഡിനൈ ചെയ്യലാണ് പതിവ്. പിന്നെ ഒരു സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഡയമെൻഷനിലൂടെ നമ്മൾ ഈ കാര്യത്തിനൊന്ന് നോക്കുകയാണെങ്കിൽ, പിയർ പ്രഷർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് അതായിരിക്കണം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വിടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ കാര്യം പറയാം. ഇപ്പോൾ കൊറിയൻ ഡ്രാമ അഡിക്ട്സ് ഉണ്ടല്ലോ കുറേ. അപ്പോൾ നമ്മളോട് കൂട്ടത്തിലുള്ളൊരു കുട്ടി പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒന്ന് കണ്ടു തുടങ്ങിയതായിരിക്കാം, പക്ഷെ പിന്നീട് അതിന് ഭയങ്കര ഒരു അഡിക്ഷൻ നമ്മൾ ഇതാവാണ്. പിന്നീട് നമ്മൾക്ക് രാത്രി ഒരു 7 മണിയാവുമ്പോൾ ഇത് കാണാതെ
മീൻസ് കാണാനൊന്നുമില്ല. അങ്ങനെ ഹോസ്റ്റലിലുള്ളവർക്ക് റിലേറ്റബിളാണ്. കാര്യം ഓൾറെഡി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ നമ്മൾ വളരെ ഡിപ്പെൻഡഡ് ആണ് ഫോണിലും സീരീസിലൊക്കെ. അപ്പോൾ നെറ്റ് കിട്ടാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ഈവൻ ഒരു പുതിയ നല്ലൊരു സീരീസ് ഇറങ്ങാത്ത സമയത്തോ നമുക്ക് ഭയങ്കര ഒരു ഇതേപോലെ അഡിക്റ്റീവ് ബിഹേവിയർ തന്നെയാണ് നമ്മൾ കാട്ടുന്നത്. വളരെ ഭയങ്കര അസ്വസ്ഥമാവും. അപ്പോൾ അഡിക്ഷൻസ് ഇമ്പാക്ട്സ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അത് ഒരു വളരെ വലിയൊരു സത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളിലാണെങ്കിലും ഈവൻ വയലൻസിലേക്ക് വരെ ഈ ഒരു അഡിക്ഷൻസിനെ നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഇന്നും നമുക്ക് ഓരോരോ സ്റ്റിഗ്മയുണ്ട് ഇല്ലേ? അതൊരു ഷെയിമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അഡിക്ഷൻ എനിക്കുണ്ട്. കാര്യം ബ്രെയിനിൽ അതിൻ്റെ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഷെയിമും ഫിയറും കൊണ്ട് ഇതിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. റിക്കവറി എന്ന് പറയുന്നത് പോസിബിളാണ്, പക്ഷേ ചാലഞ്ചിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു അഡിക്ഷനാണെങ്കിലും തന്നെത്താനെ മാറ്റിയില്ലെങ്കിൽ മാറില്ല. നമ്മളുടെ മൈൻഡ് നമ്മൾ തന്നെ വിചാരിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ട്രിഗേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രേവിങ് വരുമ്പോൾ അതൊരു റിലാപ്സിങ് ഫാക്ടറാണ്. ഇത് വീണ്ടും നമുക്ക് വരും. അപ്പോൾ വീണ്ടും ഈ അഡിക്ഷൻസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വിൽ പവറോടെ നമ്മളും കൂടെ വിചാരിച്ച് കഴിഞ്ഞാലേ നമുക്ക് റിക്കവറി കിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള അഡിക്ഷൻസിനെ പറ്റിയാണ്. നോട്ട് ജസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് ബട്ട് എനി കൈൻഡ് ഓഫ് അഡിക്ഷൻസ്. ഓൾവേസ് മൈൻഡ് ദാറ്റ് ഇറ്റ്സ് റൂയിനിങ് യുവർ ബ്രെയിൻ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 35 മില്യൺ പീപ്പിളും ഡ്രഗ് ഡിസോർഡേഴ്സ് കാരണം, ഡ്രഗ് അഡിക്ഷൻ കാരണം ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും അഡിക്റ്റഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ആയുർവേദം എടുക്കുകയാണെങ്കിൽ അരിഷ്ടം കുടിച്ച് അഡിക്റ്റായിട്ടുള്ളവരുണ്ട്. അപ്പം ഈ പറയുന്ന എന്തും അധികമാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അളവിൽ കവിഞ്ഞ് അധികമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആ ഡിറ്റാച്ച്മെൻറ്റ് തിയറി നമ്മൾ പഠിക്കണം. റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഒരു മനുഷ്യനിൽ തന്നെ നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സംഭവം നമ്മൾ നിർത്തി ചെറുതായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റ്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ബാലൻസ്. ആ ബാലൻസ് നമുക്ക് എപ്പോഴും നമ്മളുടെ കയ്യിലായിരിക്കണം ആ ബാലൻസ് ഉണ്ടാവേണ്ടത്. ഒരാൾക്ക് 7 പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ ഈ അഡിക്ഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർ സന്നദ്ധരാകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഇനി നിങ്ങളൊരു കാര്യത്തിനോട് ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്യാനായിട്ടോ കാണാനായിട്ടോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയാം, നോട്ട് ജസ്റ്റ് സബ്സ്റ്റൻസസ്, ഇനി ബിഹേവിയറൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ വല്ലാണ്ട് അതിനെ കൊണ്ട് ഒബ്സസ്ഡ് ആവുകയാണ്, നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇത് കൈവിട്ട് പോവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ അതിനോടൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കണം. കോൺഷ്യസ്ലി ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് എസ്പെഷ്യലി റിഗാർഡിങ് ദി റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ യു ആർ സേവിങ് ദാറ്റ് റിലേഷൻ. മനസ്സിലായി? ആ റിലേഷനെ നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷനെ നിങ്ങൾ സേവ് ചെയ്യുകയും കൂടെയാണ്. ഭയങ്കരമായിട്ട് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഒന്നിനോടും കാണിക്കരുത്. ഇറ്റ് വിൽ ബി വെരി ഷോർട്ട് ലിവ്ഡ്. അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റുള്ള ഒരാളുകളിൽ ദേ വിൽ ബി സഫറിങ്. അപ്പോൾ അതും കൂടെ ആലോചിച്ചിട്ട്, ഇഫ് യു ലവ് സംതിങ്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ടു അറ്റാച്ച്ഡ്, ഓൾസോ സ്റ്റഡി ടു ഗെറ്റ് ഡിറ്റാച്ച്ഡ്. ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ എല്ലാത്തിനോടും കാണിക്കണം. സോ സെറ്റ് യുവർ ബൗണ്ടറീസ്. ടീനേജേഴ്സിനോട് പറയാനുള്ളതാണെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്തിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ് നമ്മൾ കാണിക്കുക. സോ ദിസ് ഇസ് ഡോക്ടർ സാന്ദ്ര സൈനിങ് ഓഫ്. താങ്ക് യു.